റെയിൽവേ ടിക്കറ്റുകൾ ചിലവേറും. പാൻ കാർഡിനും തത്കാൽ ടിക്കറ്റിനും ആധാർ നിർബന്ധം. ജൂലൈ 1 മുതൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. 2025 ജൂലൈ 1 മുതൽ പാൻ കാർഡിന് ആധാർ നിർബന്ധമാണ്. നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾ ഡിസംബർ 31-നകം അവരുടെ ആധാർ നമ്പറുകൾ ലിങ്ക് ചെയ്യണം. നേരത്തെ ഏതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ രേഖ മാത്രമാണ് വേണ്ടിയിരുന്നത്. ഇനി മുതൽ ആധാർ നിർബന്ധമാണ്. റെയിൽവേ തത്കാൽ ടിക്കറ്റുകൾക്കും ജൂലൈ 1 മുതൽ ആധാർ നിർബന്ധമാക്കി. ഓൺലൈനിൽ മാത്രമല്ല, കൗണ്ടർ ടിക്കറ്റുകൾക്കും ആധാർ വെരിഫിക്കേഷൻ റെയിൽവേ നിർബന്ധമാക്കിയിട്ടുണ്ട്. റെയിൽവേ ടിക്കറ്റ് നിരക്കിൽ വർധനവ് ഇന്നു മുതൽ നിലവിൽ വന്നു. എക്സ്പ്രസ് ട്രെയിനുകളിൽ AC കോച്ചിന് കിലോമീറ്ററിന് 2 പൈസയും സെക്കൻഡ് ക്ലാസിന് 1 പൈസയുമാണ് വർദ്ധിക്കുന്നത്. സീസൺ ടിക്കറ്റുകൾക്ക് നിരക്ക് വർധനവില്ല. ഓർഡിനറി ട്രെയിനുകളിൽ 500 കിലോമീറ്റർ വരെയുള്ള യാത്രകളിലും നിരക്ക് ബാധകമല്ല. 500 കിലോമീറ്ററിന് മുകളിൽ വരെയുള്ള ഓരോ കിലോമീറ്ററിലും 1/2 പൈസ വീതം നിരക്ക് വർദ്ധിക്കും. യാത്രക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് റെയിൽവേ മറ്റു പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ജൂലൈ 1 തീയതി മുതൽ റിസർവേഷൻ ചാർട്ട് 8 മണിക്കൂറിന് മുൻപ് പുറത്തുവിടും. ഇതുവരെ 4 മണിക്കൂറിന് മുൻപായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഇന്നു മുതൽ ട്രെയിനിലെ ബർത്തിന്റെ എണ്ണത്തിന്റെ 60% വെയിറ്റിംഗ് ടിക്കറ്റുകൾക്ക് നൽകും. 25% വെട്ടിക്കുറച്ച നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള തീയതിയിലും ജൂലൈ 1 മുതൽ മാറ്റമുണ്ട്. ആദായനികുതി റിട്ടേൺസ് സമർപ്പിക്കാനുള്ള അവസാന തീയതി ആദ്യം നിശ്ചയിച്ചിരുന്നത് ജൂലൈ 31 ആയിരുന്നു. ഇതിൽ നിന്ന് അവസാന തീയതി സെപ്റ്റംബർ 15 വരെ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്.